കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റക്കെട്ടായ സമൂഹമാണോ? നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഉത്തരം അത്ര സിമ്പിളല്ല. കാരണം ഈ സമൂഹത്തിനുള്ളിൽ പ്രധാനമായും രണ്ട് ചിന്താധാരകളുണ്ട്. അതാണ് പാരമ്പര്യവാദികളും നവോത്ഥാനവാദികളും. എന്താണിവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ? ഇവരുടെ പ്രധാന വ്യത്യാസം തുടങ്ങുന്നത് വ്യാഖ്യാന രീതികളിലാണ്. ഒന്ന് അനുകരണമാണെങ്കിൽ മറ്റേത് സ്വന്തമായ ചിന്തയാണ്. പാരമ്പര്യവാദികളുടെ സാമൂഹിക ജീവിതം മഹല്ല സംവിധാനത്തെ ചുറ്റിപ്പറ്റിയാണ്. അതായത് പ്രാദേശിക പള്ളിയാണ് അതിന്റെ കേന്ദ്രം. ഇതിലൂടെ അയൽപ്പക്ക ഐക്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. വിവാഹം, മരണം പോലുള്ള കാര്യങ്ങളിൽ എല്ലാവരും ഒന്നിക്കുന്നു. എന്നാൽ നവോത്ഥാന മാതൃക കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവിടെ പ്രദേശത്തേക്കാൾ ഒരേ ആശയമുള്ളവരാണ് ഒരുമിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ശ്രദ്ധ സാമൂഹിക പരിഷ്കരണത്തിലാണ്. വിദ്യാഭ്യാസത്തിനും നീതിക്കും വേണ്ടി ഇവർ സംഘടിതമായി പ്രവർത്തിക്കുന്നു. അപ്പോ ഈ രണ്ട് സമീപനങ്ങളും ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ആധുനിക വിഷയങ്ങളും പിന്നെ സ്ത്രീ വിദ്യാഭ്യാസവും മുന്നോട്ട് വന്നു. സാമ്പത്തിക കാര്യങ്ങളിലും ഈ മാറ്റം കാണാം. വ്യക്തിഗത സഹായത്തിൽ നിന്ന് ആളുകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള സംഘടിത സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി. ശരി, അപ്പോ ഇന്നത്തെ കാലത്ത് ഈ വ്യത്യാസങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? നമുക്ക് നോക്കാം. പ്രധാനമായും സ്ത്രീകളുടെ പള്ളിപ്രവേശനത്തിലും പിന്നെ വിവാഹ ചടങ്ങുകളുടെ രീതികളിലുമാണ് ഈ വ്യത്യാസം പ്രകടമാകുന്നത്. പക്ഷേ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിടയിൽ ഇപ്പോൾ ഒരു ഒത്തുചേരൽ കാണുന്നുണ്ട്. ഇപ്പോൾ പല പാരമ്പര്യ പള്ളികളിലും സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അവർ പെൺകുട്ടികൾക്കായി പുതിയ കോളേജുകളും തുടങ്ങുന്നു. അതായത് ഇവരുടെ വഴികൾ വ്യത്യസ്തമാണെങ്കിലും പല അടിസ്ഥാന ലക്ഷ്യങ്ങളും ഒന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, നിസ്സഹായരെ സഹായിക്കുക, ഇതൊക്കെ രണ്ടു കൂട്ടർക്കും ഒരുപോലെ പ്രധാനമാണ്. ചുരുക്കത്തിൽ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നുതന്നെ: എങ്ങനെ മനുഷ്യർക്ക് കൂടുതൽ പ്രയോജനമുള്ളവരാകാമെന്നത്.